അപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ ഫാൻസ് വരെ ഇപ്പോൾ മോഹൻലാലിൻ്റെ കൂട്ടത്തിലാണ്, മോഹൻലാൽ ടീമിൻ്റെ കൂട്ടത്തിലാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പടം വന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ അടിയാണ് ഇവിടെ ഫാൻസുകളും. ഇപ്പോൾ ഒരു അടിയില്ല. അതുപോലത്തെ ഒരു പടം ഇന്ന് ഇന്ത്യയിൽ, ഇനി ഈ ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് ആവും. ലാലേട്ടൻ മാത്രമല്ല ആ സിനിമയിൽ അഭിനയിച്ച പൃഥ്വിരാജ് അടക്കം ഗോകുലം മൂവീസ് ഇതിന് എടുക്കാൻ കാണിച്ച മനസ്സടക്കം കൊണ്ട് തന്നെ വൻപിച്ച വിജയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നേ വരെ ഞാൻ കവിതയിൽ ഇത്തരം ഒരു ഓളം കണ്ടിട്ടില്ല. അത് ഇന്ന് ആദ്യമായിട്ട് കണ്ടു. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അറിയാതെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു എന്താ പറയണ്ട രോമാഞ്ചമാണ് കിട്ടുന്നത്. ലാലേട്ടന്റെ എല്ലാ FDFS-നും വരാറുണ്ട്, മറോസിനും വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പേ ഉള്ള എല്ലാ പടങ്ങളും ബാലബനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നുള്ളത് എമ്പുരാന്റെ റിലീസിന്റെ ഭാഗമായിട്ട് കവിത തിയേറ്ററിന്റെ മുമ്പിലാണ്. അടിപൊളിയാണ്. ആ ലാസ്റ്റ് സീനൊക്കെ കാണണം, വെട്ടി വെക്കുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ കണ്ണട വെച്ചുള്ള സീനൊക്കെ വരുന്ന തിരിച്ചുവരവുണ്ടോ? തിരിച്ചു വരുമെന്ന് വന്നു കഴിഞ്ഞു. ഓൾറെഡി സാറ് വന്നു കഴിഞ്ഞു. ഓൾറെഡി ലാൽ സാർ വന്നു കഴിഞ്ഞു. ഓക്കെ. പിന്നെ മമ്മൂട്ടി സാറിന്റെ അനുഗ്രഹങ്ങൾ മേടിച്ചിട്ടുണ്ട്. മമ്മൂട്ടി സാറിന് വേണ്ടി മമ്മൂട്ടി സാറിന് എന്തോ അസുഖമെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് വേണ്ടി വേളാങ്കണ്ണി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ മമ്മൂട്ടി സാറിന്റെ ഫാൻസ് വരെ ഇപ്പോൾ മോഹൻലാലിന്റെ കൂട്ടത്തിലാണ്, മോഹൻലാൽ ടീമിന്റെ കൂട്ടത്തിലാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പടം വന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ അടിയാണ് ഇവിടെ ഫാൻസുകളും. ഇപ്പോൾ ഒരു അടിയില്ല. കാരണം ഈ പടത്തിൽ അടി ഉണ്ടാക്കിയല്ലോ. ആദ്യോ എന്താ പൈസയും കാണണ്ടേ? എൻ്റെ പൊന്നു മോളെ, കാണേണ്ട സീൻ തന്നെയാണ് ഫൈറ്റ് സീനൊക്കെ. ഓ, പറയാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ കണ്ണൂരിൽ നിന്ന് കണ്ണൂര് തലപ്പറമ്പിൽ നിന്ന് വന്നാണ്. ഇന്നലെ വൈകുന്നേരം കയറുന്നത്. സൂപ്പർ അഭിനയാണ്. ഇത് പറയാൻ പറ്റുന്നത്. ഇതുപോലത്തെ ഒരു പടം ഇന്ന് ഇന്ത്യയിൽ, ഇനി ഈ ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് ആവും. രണ്ടുപേരും തുല്യമാണ്. ലാൽ സാറിന് ഒരു 65 എൻ്റെ പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് 64 ആയി, ലാൽ സാറിന് 65 ആയി. പൃഥ്വിരാജ് ചെറിയ പയ്യനല്ലേ, നല്ല രണ്ടും കട്ടക്കാണ് നിൽക്കുന്നത്. കാരണം ഈ പ്രായത്തിലും സാറ് അഭിനയിക്കാന്ന് പറഞ്ഞാണല്ലോ, പറയാൻ പറ്റത്തില്ല. അത്രയും അതെ, നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നല്ല സിനിമയൊക്കെ വന്നാണ്. ഇവിടെ ഫാൻസുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ. ഇവിടെ പല ഫാൻസുകാരുണ്ട്. അതായത് ദിലീപിന്റെ ഫാൻസ് ഉണ്ട്, മമ്മൂട്ടി ഫാൻസ് ഉണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. മോശമായിട്ടില്ല, സിനിമ മോശമായതല്ല, അദ്ദേഹത്തിന്റെ എല്ലാം നല്ല പടങ്ങളാണ്. പക്ഷെ ചില ആൾക്കാർ ഇവിടെ ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നിന്നിട്ട് പറയാം അത് മോശമാണെന്ന് പറയാൻ വേണ്ടി അതിനായിട്ട് കെട്ടി വരുന്ന ആൾക്കാരുണ്ട്, മറ്റുള്ളവരുടെ പണം മേടിച്ചിട്ട്. ഒരിക്കലും അത് ശരിയല്ല, ഒരിക്കലും തെറ്റാണ്. നമ്മള് ഇതെന്ന് പറഞ്ഞ കലയാണ്. കലയെ നമ്മൾ ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് വെക്കാൻ പാടില്ല. പടം നല്ലതായതുകൊണ്ടാണ് ആ BGM അതുപോലെ ആയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അതിൻ്റെ മേക്കേഴ്സിന് തന്നെയാണ്. BGM ചെയ്യാൻ ഇൻസ്പയർ ചെയ്യാനുള്ള വിഷ്വൽസ് തന്നതും അതുപോലത്തെ കഥ കിട്ടിയതും മാത്രമല്ല, യൂഷ്വലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു അപ്രോച്ച് അല്ലാതെ ചെയ്യാനുള്ള ഫ്രീഡം തന്നതിനും അതിന് ഏറ്റവും വലിയ താങ്ക്സ് എൻ്റെ സുഹൃത്ത് പൃഥ്വിനോട് തന്നെ. L3 എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. അത് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ബ്രേക്ക് ഉണ്ടാവും, നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ഇനി വരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കളർഫുള്ളായിട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഇതെല്ലാം ഞാൻ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് കാണുന്ന വിഷ്വൽസ് ആണെങ്കിൽ കൂടെ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അറിയാതെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു എന്താ പറയണ്ട രോമാഞ്ചമാണ് കിട്ടുന്നത്. അത് ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും മ്യൂസിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനും എളുപ്പമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം വരും. തിയേറ്ററിലോളം അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നേ വരെ ഞാൻ കവിതയിൽ ഇത്തരം ഒരു ഓളം കണ്ടിട്ടില്ല. അത് ഇന്ന് ആദ്യമായിട്ട് കണ്ടു. തീർച്ചയായിട്ടും നിങ്ങളാണ് മിസ് ചെയ്തത്, ഞാൻ മിസ് ചെയ്തിട്ടില്ല. എന്നാലും ചേട്ടാ, ലാലേട്ടന് ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ ഒരു പഴയ തകർപ്പൻ പെർഫോമൻസ് കാണാൻ പറ്റാതെ മലയാളികൾ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കൂടെ വെയിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ഇത്. ഞാൻ പറയുന്നത് പഴയ ലാലേട്ടൻ എന്ന് പറയല്ലേ, ലാലേട്ടൻ കാലത്തിനനുസരിച്ച് മാറി ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ മാത്രമല്ല ആ സിനിമയിൽ അഭിനയിച്ച പൃഥ്വിരാജ് അടക്കം ഗോകുലം മൂവീസ് ഇതിന് എടുക്കാൻ കാണിച്ച മനസ്സടക്കം കൊണ്ട് തന്നെ വൻപിച്ച വിജയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പടം വളരെ കൃത്യമായിട്ടും അതിശക്തമായ രീതിയിൽ തീർച്ചയായിട്ടും മാറും. ഒരു കിട്ടി. അടുത്തത് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാലും ഇവിടെ എല്ലാവരും യുവജനങ്ങളാണ് കൂടുതലുള്ളത്. ചേച്ചിമാരൊക്കെ വളരെ കുറവാണ്. രാവിലെ തന്നെ സിനിമ കാണാൻ വേണ്ടി വന്നെങ്കിൽ ലാലേട്ടന്റെ ഫാനാണോ?
അതെ ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട്. എല്ലാരും കൂടെ വന്നു. ആങ്ങളെയും കുടുംബവും ഞങ്ങൾ കുടുംബം ആങ്ങളുടെ മക്കൾ കുടുംബം എല്ലാവരും ഉണ്ട്. കുടുംബമായിട്ട് വലിയൊരു ഫാമിലി ആയിട്ടാണ് ഇഷ്ടപ്പെട്ട പടം. എങ്ങനെയുണ്ട്? ഓക്കെ 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 അടുത്തത് പ്രതീക്ഷിക്കുന്നു നന്നായിട്ട്. തേർഡ് നന്നായിട്ട് പ്രതീക്ഷിക്കുന്നു. ലാലേട്ടന്റെ തീപ്പൊരി ആണ്, അത്യാവശ്യം തീപ്പൊരിയാണ്. പക്ഷെ പൃഥ്വിരാജ് സംശയമുണ്ടോ? ഏഹ് സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ട്. അതെന്നാ? ഏഹ് ഇത്രയും ആൾക്കാരെല്ലാരും അല്ലല്ല സംശയമല്ല. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു ചെറിയ വലിയ പടം. എന്നാലും അത്രേ ഉള്ളൂ. ഏഹ് എമ്പുരാൻ അത്രേ ഉള്ളൂ. അല്ല അങ്ങനെയല്ല, കണ്ടു നോക്ക്, ബാക്കി പ്രേക്ഷകർ കണ്ടു. ഇപ്രാവശ്യം പോലെ ഹൈപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇല്ല അങ്ങനെയല്ല എന്നാലും തൃപ്തിക്കുറവുണ്ടോ? ഇല്ല അങ്ങനെയല്ല, പടം അടിപൊളിയാണ്, സൂപ്പറാണ്. ലാലേട്ടന്റെ തിരിച്ചുവരവാണെന്ന് ലാലേട്ടന്റെ ഒരു തിരിച്ചു വരാൻ നമ്മൾ പറയാം. കുറേ നാളായിട്ട് നമുക്ക് ലാലേട്ടനെ മിസ് മിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്ത ഒരു സാധനം തിരിച്ചു കിട്ടിയെന്നാണ് പറയാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ലാലേട്ടനെ ഇഷ്ടപ്പെട്ടോ? ലാലേട്ടൻ അടിപൊളിയാണോ? ലാലേട്ടന്റെ ഫൈറ്റ് ഉണ്ടോ? ഈ വെളുപ്പിനെ തന്നെ അപ്പയമ്മയാണോ ഉറക്കത്തിൽ വിളിച്ചോണ്ട് വന്നേ? വന്നിട്ട് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ലാലേട്ടനോട് എന്താ പറയാനുള്ളത്? നമ്മുടെ മോഹൻലാലിനോട് എന്താ പറയാനുള്ളത്? കവിതാ തിയേറ്ററിൽ പല പടങ്ങളും ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇത്രമാത്രം റെസ്പോൺസ് ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. ഒരു മിനിമം എക്സ്പെക്ടേഷൻസ് ആണ് മനസ്സിലുണ്ടായത്. ഫാൻ ഷോന് വന്നിട്ടുണ്ട്. ലൂസിഫർ ഇവിടെ തന്നെയാണ് കണ്ടത്. പക്ഷേ ഈ ഷോന് കണ്ട ഫാൻ ഷോയിലുണ്ടായ റെസ്പോൺസ് കണ്ടിട്ട് മനസ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. ഈ ഫിലിമിൽ ശ്രദ്ധിച്ചത് സാധാരണ ഇപ്പോഴത്തെ കമേഴ്ഷ്യൽ പടങ്ങളിൽ കേൾക്കുന്ന പോലത്തെ മ്യൂസിക് ഇതിൽ വരാൻ പാടില്ല. അതായത് ഇതേ സിറ്റുവേഷൻസിൽ വേറെ പല മ്യൂസിക് ആൾക്കാർ പ്രതീക്ഷിക്കും. അതൊന്നും കൊടുക്കാതെ അതിൽ നിന്നും വേർതിരിക്കുന്ന രീതിയിലൊരു മ്യൂസിക് ആയിരിക്കണം എന്ന് ഡയറക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ പിടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലല്ല ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, മാറി ചിന്തിക്കണം എന്ന് ചെയ്തതിൻ്റെ വ്യത്യാസം ഇന്ന് ഇവിടെ വന്നപ്പോൾ പടം മൊത്തമായിട്ട് കണ്ടപ്പോൾ ആ ഒരു വ്യത്യാസം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നുന്നു ഒരു 4 മാസത്തോളം ഇരുന്നു. പക്ഷെ കഴിഞ്ഞ 8 മാസമായിട്ട് ഷൂട്ട് ചെയ്ത ഉടനെ പടം അയച്ചു തരുമ്പോൾ അത് കണ്ട് മനസ്സിൽ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള പടം വന്ദനമാണ്. ചേച്ചി ബോംബെന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്ത് വരണമെങ്കിൽ ലാലേട്ടന്റെ അത്ര ഫാൻ ആയതുകൊണ്ടാണോ? അതെ ലാലേട്ടന്റെ എല്ലാ FDA ഫെസ്റ്റിനും വരാറുണ്ട്. മറോസിനും വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പേ ഉള്ള എല്ലാ പടങ്ങളും വാലിബനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി സിനിമയിൽ ആക്ട് ചെയ്തിട്ടില്ലേ? അതെ തുപ്പാക്കിയില് വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതെ മുരുകദാസ് സാറിന്റെ കൂടെ, പിന്നെ ലാലേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് സന്തോഷ് ശിവന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ മാത്രം കിട്ടത്തില്ല. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ബാക്കി വിജയ് സാറിന്റെ കൂടെ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി വരുമ്പോ ലാലേട്ടന്റെ ഒരു ബിഗ് ഫാൻ എന്ന നിലയ്ക്ക് എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? കുറെ നാളായിട്ട് ഞങ്ങൾക്ക് മലയാളികൾക്ക് വേണ്ട, എനിക്ക് മോഹൻലാൽ എന്നൊരു പേര് മതി, അത് മാത്രം മതി. ലാലേട്ടനെ കുറെ അധികം നാളുകളായിട്ട് ഞങ്ങൾ മലയാളികൾക്ക് കുറച്ചെങ്കിലും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊരു തിരിച്ചുവരവായിരിക്കുമോ ലാലേട്ടന്റെ? ലാലേട്ടൻ അങ്ങ് പോയിട്ടില്ലല്ലോ, തിരിച്ചു വരാൻ എല്ലാം ഫുൾ ഇൻഡസ്ട്രി പുള്ളിയുടെ തോളലാണ്. അപ്പൊ ആ പുള്ളിക്കാർക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. പൃഥ്വിരാജും ലാലേട്ടനും തമ്മിലുള്ള ഒരു കോംബോയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താ? എക്സ്പെക്ടേഷൻ ഇത് തന്നെയല്ല, എല്ലാ എക്സൈറ്റ്മെന്റ്. പിന്നെ FDFS കിട്ടത്തില്ലെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ അത്രയും മാത്രം ഹൈപ്പ് ആയതുകൊണ്ടാണ് ഒരു ടിക്കറ്റ് പോലും കിട്ടാഞ്ഞത്. അപ്പൊ ഇത് തന്നെ എല്ലാ എക്സ്പെക്ടേഷൻ ആയിരുന്നു. L3ക്ക് ഇതിനെക്കാട്ടിലും തകർക്കുമെന്നാണ് തോന്നുന്നത്. ലാലേട്ടന്റെ വലിയ ഫാൻ ഗേളാണ്. വിജയുടെ കൂടെ അവരെ അഭിനയിച്ചിട്ടുണ്ട്. ബോംബെന്ന് ഇവിടം വരെ വെളുപ്പിനെ യാത്ര ചെയ്ത് വന്നതാണ് സിനിമ കാണാൻ, എത്തിയതാണ്. ഇൻ കേസ് പടം കാണാൻ പോവാണ്. ഇൻ കേസ് പടം കാണാൻ പോകുമ്പോൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടൊരു നിരാശയാണ് ഉണ്ടാകുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഇല്ല, അത് പ്രതികരിക്കാനൊന്നുമില്ല. ലാലേട്ടൻ സ്ക്രീനിൽ കണ്ടാൽ തന്നെ നമുക്ക് തൃപ്തിയാണ്. അതിന്റെ മുമ്പേ ഒന്നും ഇല്ല ഞങ്ങൾക്ക്. ജിതിൻ ചേട്ടൻ ഇതൊക്കെ റെന്റിനെടുത്താണോ? റെന്റിന് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, റെന്റിനെടുത്തുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ ഒരുപാട് ഓഡിഷനും കാര്യങ്ങളൊക്കെ പോയി നോക്കി, അത് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു തിയേറ്റർ പരിപാടി പിടിച്ച് ഇവിടെ വന്നാൽ കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, അപ്പം അവരെ ശ്രദ്ധയിൽ പെട്ടാൽ കുറച്ച് വൈറലാവും. അല്ലാതെ വേറെ ആരാധന ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിനിമയിൽ അവരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് വരാൻ ഒരു ഉദ്ദേശിക്കുന്നത്. അവരെ അങ്ങനെ ഒരു അഭിനയിക്കാനുള്ള ഒരു താല്പര്യം. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിത് കാണുന്നത്.